ആടുജീവിതം കണ്ടപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ ഡയറക്ടറായിട്ടുള്ള ബ്ലസി സാർ അതിന്റെ എടുത്ത എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും പറയാനൊന്നും പറ്റില്ല. അതിനുള്ള അവകാശമില്ല നമുക്ക്. കാര്യം പുള്ളിയുടെ ലൈഫിന്റെ ഒരു മേജർ പോർഷൻ തന്നെ പുള്ളി ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെ അതെ, അതിനുവേണ്ടി പുള്ളി പോവാത്ത സ്ഥലങ്ങളില്ല, പരിചയപ്പെടാത്ത ആൾക്കാരില്ല, അത്രയ്ക്കും ഡീപ്പ് റിസർച്ച് ചെയ്തിട്ട് ഇറക്കിയ ഒരു മൂവിയാണ്. അപ്പോൾ ആദ്യം പുള്ളിക്കാണ് നമ്മൾ അതിൻ്റെ നന്ദി പറയേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ് രാജുവേട്ടൻ, പൃഥ്വിരാജ് ചേട്ടൻ്റെ അതിൻ്റെ ഒരു പെർഫോമൻസ്. രാജേട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 36 കിലോ 32-36 കിലോ കുറയ്ക്കാന്ന് പറയുമ്പോൾ തടി വെച്ചിട്ടാണ് കുറച്ചത്. തടി വെച്ചിട്ടാണ് സിനിമ ഞാനും കണ്ടപ്പോൾ അതിൽ അതിൻ്റെ ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഈ കോവിഡിന്റെ പ്രശ്നം ഇടയ്ക്ക് പിന്നെ വേറൊരു മൂവി ചെയ്യേണ്ടി ഒരു അവസ്ഥയും വന്ന സമയത്ത്. അപ്പോൾ ഇത്രയും ബോഡിനെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഞാൻ തന്നെ മൂവി തിയേറ്ററിൽ കണ്ട സമയത്ത് വാവ് എന്ന് പറഞ്ഞു പോയൊരു മൊമെന്റ് എന്ന് പറയുന്നത് ആ പുള്ളി ആ ഷർട്ട് അങ്ങ് ഊരി ഡ്രസ്സ് അങ്ങ് ഊരി കളഞ്ഞിട്ട് നടന്നു പോകുന്ന ഒരു മൊമെന്റ് ആണ്. അല്ല, അത് ഒരിക്കലും ആരടുത്ത് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാന്ന് വെച്ചാൽ ആ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ഊരി കളയുമ്പോൾ അത് ആ എല്ല് തെളിഞ്ഞ് കാണുന്നുള്ളത് ആ പടത്തിന്റെ മൊത്തം ക്രക്സ് അതിനകത്താണ്. ഹൈലൈറ്റ്സ് ഫുൾ അതിനകത്ത് തന്നെയാണ്. കരഞ്ഞു വരും. അപ്പം യുവയ്ക്ക് അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ, ഇനി അങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത് ഗോഡ്സ് ലൈഫ് എന്ന് പറഞ്ഞു വന്നു, പക്ഷെ ഇനി അടുത്ത ഏതെങ്കിലും ഒരു കഥാപാത്രം യുവയെ തേടി വന്നാൽ എത്രമാത്രം ഡെഡിക്കേഷൻ ആയിരിക്കും. അല്ല, അങ്ങനത്തെ ഒരു നമ്മളുടെ എഫേർട്ട് അത്രയും, നമ്മളുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉള്ളൊരു മൂവിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അതിന് തയ്യാറാവും. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടട്ടെ, അങ്ങനെ ഒരു സിനിമ കിട്ടട്ടെ. ഇപ്പോൾ വന്ന സിനിമ നല്ലതാവട്ടെ, നാട്പാടത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇതേപോലെ തന്നെ നേരത്തെയും എന്നെയും മൃദുലേനെയും നമ്മളുടെ കുഞ്ഞുമാവേനെയൊക്കെ സ്നേഹിച്ചതുപോലെയും ഇനിയും സ്നേഹിക്കുക, ഞങ്ങളുടെ കൂടെ മുമ്പോട്ട് ഒപ്പം ഉണ്ടാവുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും യുവ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്ത സമയത്ത് ലൊക്കേഷനിൽ പോയപ്പോൾ ഭയങ്കര ഹറിബറി ഷൂട്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിലേക്ക് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നല്ല വരട്ടെ, നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരിക്കും. ബിക്കോസ് ഞാനും മോളും ഇന്റർവ്യൂ ഇതുവരെ അങ്ങനെ ആരും എടുത്തിട്ടില്ല. ഇവിടെ വന്നിരുന്ന് നമ്മുടെ ക്യാമറ നോക്കാം. അപ്പൊ അച്ഛന്റെയും മോളുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. മോളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, സംസാരിച്ച ഇന്റർവ്യൂ ആണ്. അച്ഛന്റെയും മോളുടെയും രണ്ടുപേരും മാത്രമേ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള നമ്മളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ. ക്യാമറയ്ക്ക് ഒരു ഹായ് പറഞ്ഞിട്ട് പോയാൽ ഹായ് പറഞ്ഞു, ക്യാമറയില് ഹായ് പറഞ്ഞു ടാറ്റ പറ, ടാറ്റ നമസ്കാരം പറയൂ കുഞ്ഞു. നമസ്കാരം പറഞ്ഞ് വെൽക്കം ഒരു ഫ്ലൈങ് കേസ് കൊടുത്ത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. തീർച്ചയായും വളരെ സന്തോഷം. ഇതൊരു ആതാണ്ടേ ഒന്ന് ഇനി ഒന്നുകൂടെ ഒന്ന് കാണിക്കാം, ഒന്ന് തരാമോ? ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? ഇതുപോലെ ഒരു ബർത്ത്ഡേക്ക് വിഷയം ഇന്റർവ്യൂ ഇരുന്നപ്പോൾ ഞങ്ങൾ എടുത്തായിരുന്നു. ഞാനും ഉണ്ടെന്ന്, ആളും ഉണ്ടെന്ന്. സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിലാണോ? ഞങ്ങൾ താണ്ട ഇവിടെ ഒന്ന് വന്നു, മൊത്തത്തിൽ വന്നൊന്ന് യുവന്ന് എടുക്കാന്നപ്പം ആളിവിടെ ഭയങ്കര കയ്യിലെടുത്ത് ഞങ്ങളെല്ലാവരും കേട്ടോ. യുവയ്ക്ക് കൊടുക്കാം. ലൈവില് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒന്ന് ക്യാമറ ഒന്ന് കാണിച്ചേ. ഒരു ഹായ് പറയണ, ക്യാമറ നോക്കി ഒരു ഹായ് പറയാം, കാണിക്കാം. താങ്ക് യു. അപ്പം ഇപ്പോഴും നമുക്ക് കിട്ടി, മൃദുലെ വീഡിയോ കോളിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾ അതിനെക്കുറിച്ചൊക്കെ? ഇനി ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. മൃദുലയ്ക്കയുടെയും ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഏഷ്യാനെറ്റിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല എന്നുള്ളത് നമുക്കൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ രണ്ട് സീരിയലാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ 2 ഓഫറും നമുക്ക് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതെ, അപ്പോൾ അതുകൊണ്ട് ആളുടെ ഒരു സീരിയൽ പുതിയത് വരുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു റോളും കൂടെ ഉണ്ട് അതിനകത്തുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സീരിയൽ മെയിൻ സ്ട്രീമിലോട്ട് വരുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ എന്തായാലും എല്ലാം നടക്കട്ടെ. ഇത് പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സീരിയൽ കിട്ടിയില്ല, സിനിമയെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 24 സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരും.